നജീബ് കാന്തപുരവും പറയുന്നത് എൻ രാധാകൃഷ്ണൻ സമാനമായി പണം സമാഹരിച്ചു കൊടുക്കാം എന്ന് തന്നെയാണ്. അപ്പോൾ എൻ രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നായിരുന്നല്ലോ നേരത്തെ ഡോക്ടർ ജിൻഡോ ജോണിന്റെ ഏറ്റവും വലിയ ആക്ഷേപം. നജീബ് കാന്തപുരത്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന കാര്യത്തിൽ പരാതിയുണ്ടോ? മാധു, ഇതിൽ ഞാൻ ആ പറഞ്ഞ് അവസാനിപ്പിച്ചോ? മാധു ഇടപെട്ടത് കൊണ്ടായിരിക്കും ചിലപ്പോൾ മാധു കേൾക്കാതെ പോയത്. നജീബ് കാന്തപുരവും എൻ രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തിൽ സംഘടനാപരമായിട്ട് അവർ കളക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള പണം തിരിച്ചു കൊടുക്കുന്നു. പക്ഷേ ഈ തിരിച്ചു കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സ് കൂടി കേരള പോലീസ് പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ തിരക്ക് കൂട്ടിയാറുണ്ട് ഞാൻ പറഞ്ഞ വാചകം കേൾക്കാതെ പോയത്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉണ്ടാവും, ഒന്ന് പുറകോട്ട് പരിശോധിച്ചാൽ. അപ്പൊ ഞാനത് പറഞ്ഞല്ലോ. അപ്പൊ നജീബ് കാന്തപുരം കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സ് പോലീസ് പരിശോധിച്ചോട്ടെ. എൻ രാധാകൃഷ്ണൻ കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സും പരിശോധിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ ലാലി വിൻസെന്റ് ലീഗൽ അഡ്വൈസർ അല്ലാത്ത ഒരു സ്ഥാപനത്തിന്റെ പേരിൽ, സൊസൈറ്റിയുടെ പേരിൽ വന്നിരിക്കുന്ന കേസിൽ ലാലി വിൻസെന്റിനെ എങ്ങനെയാണ് പ്രതി ചേർത്തത്? ആ തിടുക്കം എൻ രാധാകൃഷ്ണനെ പ്രതി ചേർക്കാൻ കാണിച്ചില്ല. ഇവിടെ അനന്തകുമാർ എന്ന് പറഞ്ഞ മറ്റേ സായി ഗ്രാമിന്റെ ഈ കൂട്ടു തട്ടിപ്പുകാരന് രക്ഷപ്പെടാനുള്ള അവസരം കൊടുത്തില്ലേ പോലീസ്? ഇത്രയും ദിവസം അയാളുടെ വീട്ടിലുണ്ടായിരുന്നു, ഇന്ന് അയാൾ വീട്ടിലില്ല. അപ്പൊ അയാൾക്ക് ഒളിവിൽ പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തും കേരള പോലീസാണ്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സതീഷിനോട്. KM എബ്രഹാം ഈ പോലീസിലെ DIGയുമായിട്ട് ഇടപെടാനും സംസാരിക്കാനുള്ള അവസരം കൊടുത്തില്ല എന്ന് സതീഷിനോട് പറഞ്ഞിട്ടുണ്ടോ? ഏത് അന്വേഷണമാണ് കേരള പോലീസ് അക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്? ഉറപ്പിച്ചു പറയുന്നു അതിലൊരു സംശയ കാര്യത്തിൽ വേണ്ട. സാമാന്യ മര്യാദ കാണിക്കില്ലേ? ഇത് ക്യാമ്പസിലെ SFI എനിക്കൊരു മിനിറ്റ് ഇതാ. അല്ലല്ല, നിങ്ങളുടെ സ്വഭാവം മോശമാണെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ പറയട്ടെ, ഞാൻ കേട്ടിരുന്നില്ല എന്റെ പാർട്ടി എന്റെ നേതാക്കന്മാർ കേട്ടിരുന്നില്ലേ? ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. തീർന്നു. ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അല്ല, ഞാൻ ചോദിക്കട്ടെ മാധു, ഞാൻ KM എബ്രഹാമിനെ കുറിച്ചുള്ള ഒരു ആക്ഷേപമുണ്ട്. പോലീസ് ക്രോസ് ചെക്ക് ചെയ്തോ? അങ്ങനെ ഒരു വിവരം നമ്മുടെ മുമ്പിലുണ്ടോ? നമ്മുടെ മുമ്പിലില്ലാത്ത, പൊതുസമൂഹത്തിന്റെ മുമ്പിലില്ലാത്ത ഒരു പ്രത്യേക വിവരം സതീഷ് പറയുന്നുണ്ടെങ്കിൽ ഈ KM എബ്രഹാം CPM സംസ്ഥാന കമ്മിറ്റി മെമ്പറൊന്നുമല്ലല്ലോ. അത്ര വിഷമിക്കില്ലേ? KM എബ്രഹാമിനെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഒരു കാര്യം നേതാക്കന്മാരെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നില്ലേ? തിരിച്ചെന്നെ മറുപടി കേൾക്കണം. ഒരു കാര്യം മറുപടി പറയട്ടെ. ഞാൻ കേട്ടിരുന്നില്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞോ സതീഷേ? കഴിഞ്ഞോ? ഈ പണം പറ്റിയവരെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞല്ലോ. CPMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി CPMന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് പണം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് പരിശോധിച്ചോ? താങ്കളുടെ ഉറപ്പൊന്നും വേണ്ട. ഇവിടെ നജീബ് കാന്തപുരം കാര്യമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു. ഞാൻ പറയട്ടെ, ഞാനും തന്നെ വന്നിരിക്കുന്നത് പറയാനാ. തന്റെ കേൾക്കാൻ വേണ്ടി മാത്രമല്ല, ഞാനും പറയട്ടത്. താൻ ഇത്ര നേരം പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് മര്യാദ കാണിക്കുന്നത്. KM എബ്രഹാമിന് വേണ്ടി ഒരു മിനിറ്റ് ഞാൻ ഇടപെട്ടോട്ടെ. നജീബ് അഭ്യാസം വേണ്ട സതീഷ്, ആ അഭ്യാസം വേണ്ട. എനിക്ക് പറയാനുള്ള മറുപടി കേരളത്തിലെ പൊതുസമൂഹം കേൾക്കണം. സതീഷിന് അഭ്യാസം വേണ്ട. അതൊന്നും ഇതിൽ പ്രശസ്തമല്ല. നജീബ് കാന്തപുരം ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലാതെ താങ്കളുടെ അവസരത്തിൽ പറയണം. എന്റെ അവസരത്തിൽ ഞാൻ പറയും. താങ്കൾ പറഞ്ഞ കളവ് ഞാൻ കേട്ടിരുന്നില്ലേ? നിജേഷ് അരവിന്ദ് KPCCയുടെ ജനറൽ സെക്രട്ടറി ആണ്. ഈ സജീഷ് തെളിയിക്കണം. ഇപ്പോ നിജേഷ് അരവിന്ദ് KPCCയുടെ ജനറൽ സെക്രട്ടറി അല്ല. താങ്കൾ പറഞ്ഞിട്ടുണ്ട്. കള്ളം പറഞ്ഞിട്ട് മാറ്റി പറയുന്നോ? മാധു പറയട്ടെ. അല്ലെങ്കിൽ എന്തോ ജനറൽ സെക്രട്ടറി ആണോന്ന് എനിക്കറിയില്ല. KPCC സെക്രട്ടറി ആയിരിക്കും. ചിലപ്പോൾ ഒരു ജനറൽ താങ്കൾ പറഞ്ഞു തിരുത്തണം.
അല്ലല്ല അങ്ങനെ അദ്ദേഹം ആരാണ്? UDF സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിൽ അറിയുന്നത്. അദ്ദേഹം KPCCയുടെ ജനറൽ സെക്രട്ടറിയോ സെക്രട്ടറിയോ മറ്റോ ഒന്നാണ്. കോൺഗ്രസ് അല്ലേ അദ്ദേഹം? ആലപ്പുഴയിലെ CPM-ന്റെ പഞ്ചായത്ത് മെമ്പർമാർ ഇവരൊക്കെ വിശ്വസിച്ചതേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു. മന്ത്രിമാർ ആർ ബിന്ദു, അതുപോലെ ശിവൻകുട്ടി, അതുപോലെ രാജനെ പോലുള്ള മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടി കണ്ടിട്ട് വിശ്വസിച്ച. അപ്പൊ ഇവരൊന്നും വിശ്വസിക്കാൻ ഉദ്ഘാടനങ്ങൾ തട്ടിപ്പുകാരുടെ പരിപാടിയായിരിക്കും. അതുകൊണ്ട് ഒരു UDF MLA-യും ഒരു പഞ്ചായത്ത് മെമ്പറും മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടി വിശ്വസിക്കരുത്. അതാണ് സതീഷ് പറഞ്ഞു വരുന്നത്. ഇനി ഒരു കാര്യം, നിങ്ങളെ തകർക്കാൻ, നാട്ടിലെ തട്ടിപ്പുകാരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ CPM-നെ തകർക്കാൻ, ഗവൺമെന്റിനെ തകർക്കാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ കോൺഗ്രസിനെ തകർക്കാൻ എന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾക്ക് കോൺഗ്രസിന് പേടിയില്ലല്ലോ. നിങ്ങൾക്ക് എന്താ പേടി? തട്ടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പേടി? പാവപ്പെട്ട മനുഷ്യരെ തട്ടിപ്പ് നടത്തിയ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെ തകർക്കാൻ, ഗവൺമെന്റിനെ തകർക്കാൻ ഇന്റലിജൻസ് എവിടെയായിരുന്നു സതീഷേ? ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് എവിടെയായിരുന്നു സതീഷേ? ഉറങ്ങുകയായിരുന്നോ? അത് RSS-നെ അടിമവേല ചെയ്യാൻ വേണ്ടിയിട്ട് ADGP-യെ വിട്ടപ്പോൾ ഓർക്കണമായിരുന്നു. ഇനി ഒരു കാര്യം, കുടുംബശ്രീയെ തകർക്കാൻ നോക്കിയെന്ന്. നിങ്ങൾ ഒരു ഹോട്ടൽ കൊടുത്താൽ മതി, ഒരു ജനകീയ ഹോട്ടൽ കൊടുത്താൽ മതി, കുടുംബശ്രീ അങ്ങ് തകർന്നോളും. ആ പാവപ്പെട്ട സ്ത്രീകളോടൊന്ന് ചോദിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം, ഈ കേട്ടാൽ അറിയാം ഇതൊക്കെ തട്ടിപ്പാണെന്ന്. എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത് കേട്ടപ്പോൾ മനസ്സിലായില്ലേ? കേരളത്തിലെ മന്ത്രിമാർക്ക് ഇത് കേട്ടപ്പോൾ മനസ്സിലായില്ലേ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും താഴ്ന്ന വിദ്യാഭ്യാസ മന്ത്രിക്കും ഇത് കേട്ടപ്പോൾ മനസ്സിലായില്ലേ തട്ടിപ്പാന്ന്? അപ്പൊ സതീഷിന് പോലും തോന്നി ഇത് കേട്ടപ്പോ തട്ടിപ്പാന്ന്. അപ്പൊ ഈ പറഞ്ഞ മന്ത്രിമാർക്കൊന്നും തോന്നിയില്ലെങ്കിൽ ഇവര് പങ്കെടുക്കുന്ന പരിപാടി വിശ്വസിച്ചുകൊണ്ട് നാളെ കേരളത്തിലെ ഒരു മനുഷ്യൻ പോലും ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പോകാൻ പാടില്ല. നജീബ് കാന്തപുരമല്ല, ഒരു MLA-യും ഒരു പഞ്ചായത്ത് മെമ്പറും ഒരു ജനപ്രതിനിധിയും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും കേരളത്തിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ വിശ്വാസ്യത കണ്ടിട്ട് പോകാൻ പാടില്ല. കാരണം ഇവർ പങ്കെടുക്കുന്നത് തട്ടിപ്പ് പരിപാടി ആയിരിക്കുമെന്നാ CPM-ന്റെ പ്രതിനിധി പറയുന്നത്.